നമസ്കാരം. ഹെയർ കെയർ സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹെയറിന്റെ പോറോസിറ്റി ടെസ്റ്റിനെ കുറിച്ചാണ്. എന്തിനാണ് നമ്മൾ പോറോസിറ്റി ടെസ്റ്റ് ചെയ്തത്? നമ്മുടെ ഹെയറിന്റെ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാനും നമ്മളെ ഹെയർ ഡാമേജ്ഡ് ആണോ അല്ലെങ്കിൽ ഹെൽത്തി ആണോ എന്ന കാര്യം മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ടെസ്റ്റ് ചെയ്തിട്ടുള്ളവർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്ന് കാണുക. ആദ്യം തന്നെ നമ്മൾ ലോ പോറസ് ഹെയറിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോ പോറസ് ഹെയർ നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇതിൽ ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ലോ പോറസ് ഹെയർ എന്ന് പറഞ്ഞാൽ ക്യൂട്ടിക്കിൾ ക്ലോസ്ഡ് ആയിട്ടുള്ള, അതായത് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉള്ള ഷാഫ്റ്റോട് കൂടിയ ഹെയർ ആണ് ലോ പോറസ് ഹെയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്താണ് ഇതിന്റെ പ്രത്യേകത? ക്യൂട്ടിക്കിളിൽ ഓപ്പണിങ്സ് തീരെ ഇല്ലാത്തത് കൊണ്ട് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ അതിന് കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പൊതുവെ ലോ പോറസ് ഹെയർ ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? നമ്മൾ ഇപ്പോൾ വെള്ളത്തിലിട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതല്ലാതെ അപ്പിയറൻസിൽ ഇതിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. ലോ പോറസ് ഹെയർ ആയിട്ടുള്ള ആളുകൾ നല്ല ഷൈനി ആയിട്ടുള്ള സിൽക്കി ഹെയർ ആയിരിക്കും. കാരണം ക്യൂട്ടികൾ അത്രയും ടൈറ്റ്ലി പാക്ഡ് ആയതുകൊണ്ട് കാണുമ്പോൾ നല്ല മിനുസമുള്ള മുടിയായിരിക്കും. കെട്ടിവെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അഴിഞ്ഞു പോകുന്ന ടൈപ്പ് മുടിയായിരിക്കും. അതുപോലെ തന്നെ താരതമ്യേന കാണുന്നതിൽ വെച്ചിട്ട് ഇവരുടെ ഷാഫ്റ്റിന് കട്ടി കുറവായിരിക്കും. അതായത് ഹെയറിന്റെ സ്ട്രാൻഡിന്റെ തിക്നെസ് വളരെ കുറവായിരിക്കും. മാത്രമല്ല പൊതുവെ ഹെയറിന്റെ വോളിയം കുറവുള്ള ഹെയർ ടൈപ്പ് ആയിട്ടാണ് കൂടുതൽ ആളുകളും ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകളെയും കാണാറുള്ളത്. പിന്നെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുടി പൊതുവെ കെട്ടുകൊടുക്കുന്നുണ്ടല്ലോ, ഡീടാങ്കിൾ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. കാരണം പെട്ടെന്ന് കെട്ടുകൊടുക്കുന്ന ടൈപ്പ് ആയിരിക്കില്ല. അത്രയും സിൽക്കി ഹെയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുടിയൊക്കെ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. പൊതുവെ ഇവരുടെ ഹെയർ ഡ്രൈ അല്ലാത്ത വളരെ ഷൈനി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. പക്ഷെ മുടിയുടെ അറ്റത്തേക്ക് കുറച്ചൊരു ലെങ്ത് ഉള്ള മുടിയൊക്കെ ആണെങ്കിലും മുടിയുടെ അറ്റത്തേക്ക് വരുമ്പോഴേക്കും അറ്റം മാത്രം അങ്ങനെ ഡ്രൈ ആവുന്ന ഒരു കുഴപ്പം ചില ആളുകളിൽ പറയാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ക്യൂട്ടുകൾ ഭയങ്കര ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന ഹെയർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത് ഉള്ള ഹെയറിൽ അറ്റത്തേക്ക് വരുമ്പോഴേക്കും അതിന്റെ ഡിസ്റ്റൻസിലേക്ക്, അതായത് മുടിയുടെ അറ്റത്തേക്കും ന്യൂട്രീഷണൽ സപ്ലൈ കുറഞ്ഞു പോകും. അതായത് അതിനകത്ത് കൂടെ പാസ് ചെയ്ത് പോകാനുള്ള ഏരിയ കുറവായിരിക്കും അത്രയും ടൈറ്റ്നെസ് കൊണ്ട്. അതുകൊണ്ട് തന്നെ മുടിയുടെ അറ്റത്തേക്ക് ന്യൂട്രീഷൻ സപ്ലൈ കുറയുന്നത് കൊണ്ട് മുടിയുടെ അറ്റം പൊട്ടി പോകാനും അറ്റത്തേക്ക് ഡ്രൈനസ് വരാനും ഉള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഈ ഒരു ഹെയർ ടൈപ്പ് ഉള്ള ആളുകളുടെ മുടി പൊതുവെ ലെങ്ത് താരതമ്യേന കുറവായിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അറ്റത്തേക്കുള്ള സപ്ലൈ കുറയുന്നത് കൊണ്ട് തന്നെ വല്ലാതെ ലെങ്ത് വെക്കില്ല മുടി. അത് പകുതിയൊക്കെ വളരുമ്പോഴേക്കും അത് പൊട്ടിപ്പോകും. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ മുടി വല്ലാതെ ലെങ്ത് ഉണ്ടാവില്ല. മാത്രമല്ല മുടിയുടെ അറ്റത്തേക്ക് കുറച്ചൊരു കട്ടി കുറഞ്ഞു വരുന്ന ഒരു ടൈപ്പ് ഹെയർ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. സാധാരണ ആദ്യത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് മുടിയുടെ വോളിയം അളക്കാന്നുള്ള ഒരു വീഡിയോ. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഹെയർ ടൈപ്പ്, അതായത് വളരെ കട്ടി കുറഞ്ഞ വോളിയം കുറഞ്ഞിട്ടുള്ള ഹെയർ ടൈപ്പ് ഉണ്ടല്ലോ, ലോ വോളിയമസ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും പൊതുവെ ഇവർക്ക് ഉണ്ടാവുന്നത്. ഈ ഹെയർ ടൈപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നനയ്ക്കുന്ന സമയത്ത് നനഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കുളിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചാലാണ് ഒന്ന് നനഞ്ഞു കിട്ടുക മൊത്തം മുടി. പെട്ടെന്ന് മുടി വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം ടച്ച് ചെയ്യാതെ പോകുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഈ ചേമ്പലയിലൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം ടച്ച് ചെയ്യാതെ പോവില്ലേ, അതുപോലെ തന്നെ മുടി നനച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത്ര ബുദ്ധിമുട്ടല്ല, എങ്കിലും താരതമ്യേന ഒരുപാട് വെള്ളം ഒഴിച്ചിങ്ങനെ കഴുകി മാത്രമാണ് അവരുടെ മുടി ഒന്ന് നനഞ്ഞു കിട്ടുക. അതുപോലെ തന്നെ മുടി ഉണക്കാനും കുറച്ച് സമയം എടുക്കും. കാരണം ഫുൾ എയർ ഡ്രൈ ആയി പോകണം. കാരണം ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് അബ്സോർബ് ചെയ്യാത്ത ഹെയർ ടൈപ്പ് ആയതുകൊണ്ട് ഒരുപാട് സമയം എടുത്താലാണ് അവരുടെ മുടി ഉണങ്ങുക. ഈ ഒരു ഹെയർ ടൈപ്പുള്ള ആളുകൾ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ, മുടിയിൽ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അറിയാൻ പറ്റും. കുറച്ച് എണ്ണ ഇട്ടാൽ പോലും മുടി പെട്ടെന്ന് ഒട്ടിയിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും. കണ്ടു കഴിഞ്ഞാലും ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഹെയർ ആയിട്ടാണ് ഫീൽ ചെയ്യുക. അതിന് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മുടി ഒട്ടും അകത്തേക്ക് ഒന്നും അബ്സോർബ് ചെയ്യില്ല. അത് പുറത്ത് തന്നെ സർഫസിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നത്. പിന്നെ ഇവര് പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓയിലുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ ഹെയറിന്റെ ടൈപ്പ് അനുസരിച്ചിട്ട് ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല. കാരണം ഒട്ടും അബ്സോർപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഈസി ആയിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ, ഓയിൽസും പാക്സും ഒക്കെയാണ് ഇവർ യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എണ്ണ ചൂസ് ചെയ്യുന്ന സമയത്ത് ഹെവി ആയിട്ടുള്ള കാസ്റ്റർ ഓയിൽ, എള്ളെണ്ണ, അങ്ങനത്തെ ഓയിലുകൾ ഇവർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല. അതേസമയം കുറച്ച് ഈസി ആയിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെന്ത വെളിച്ചെണ്ണ പോലുള്ള എണ്ണകൾ ഒക്കെ ഇവർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. അത് മാത്രമല്ല ഇവരുടെ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള, കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. ഡെയിലി ഓയിൽ ചെയ്യേണ്ട ഒരാവശ്യം ഈ ഒരു ഹെയർ ടൈപ്പ് ഉള്ള ആളുകൾക്ക് പൊതുവെ വരുന്നില്ല. കാരണം താരതമ്യേന
ഓയിലിനെസ് ഉള്ള ഒരു അപ്പിയറൻസ് ആയതുകൊണ്ട് തന്നെ ഡെയിലി ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. വീക്ക്ലി വൺസ്, അതായത് ഹെയർ ഫോൾ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക്, പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസോ ഹെയറിന് പ്രത്യേകിച്ചൊരു പ്രശ്നങ്ങളൊന്നും, സ്കാൽപ്പൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ ഓയിൽ ഇട്ടാൽ തന്നെ ഈ ഒരു ഹെയർ ടൈപ്പ് ഉള്ള ആളുകൾക്ക് മതിയാവും. ആ ഓയിൽ ഇടുന്ന സമയത്ത് കുറച്ചൊന്ന് ഓയിലൊന്ന് ചൂടാക്കിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും. കാരണം ചൂടാക്കി കഴിയുമ്പോൾ ഓയിലിന് കുറച്ചും കൂടി പെനിട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഹെവി ആയിട്ടുള്ള ബട്ടേഴ്സും ക്രീംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതിന് പകരം വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി റിസൾട്ട് ഉണ്ടാവും. കാരണം ഓയിൽസിനേക്കാളും കൂടുതൽ പെനിട്രേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാവും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്കായിരിക്കും. മുടിയിൽ ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഹെയർ കുറച്ചും കൂടി അൺഹെൽത്തി ആയിട്ടും അല്ലെങ്കിൽ ബ്രിറ്റിൽ ആയിട്ട് പോകാനും പെട്ടെന്ന് പൊട്ടി പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ഉപയോഗിക്കാനായിട്ട്. ഇപ്പം ഹെയർ പാക്കുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് പോലുള്ള കാര്യങ്ങൾ അമിതമായി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ ഹെയറിന്റെ സ്ട്രാൻഡ് നല്ല ഷൈനി ആൻഡ് ആ ഒരു ക്യൂട്ടുകൾ ഫുൾ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് അധികം ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ കുറച്ചും കൂടി എന്താ പറയുക പൊട്ടി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ മുകളിൽ ഇങ്ങനെ കൂടുതൽ ലെയർ ഫോം ചെയ്യുന്ന പോലെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പെനിട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഹെയർ പാക്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഞാൻ ഇനി വരും വീഡിയോസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഹെയർ പാക്സ് എങ്ങനെയൊക്കെയാണ് നമുക്ക് സ്വന്തം പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഹെയർ പാക്ക് ചൂസ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ്, എങ്ങനെയാണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടതെന്ന്. ഈ ലോപ്പോറസ് ഹെയർ ആയിട്ടുള്ള ആളുകളുടെ പൊതുവെയുള്ള പരാതി ആയിരിക്കും മുടി കട്ടി കുറവാണ്, ലെങ്ത് കുറവാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുക. ഇനി വരും വീഡിയോസിൽ കുറെ ഈ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ ലോ പോറസ് ഹെയറിനെ കുറിച്ച് പറയാനുള്ളൂ. അടുത്ത വീഡിയോ മീഡിയം പോറസ് ഹെയറിനെ കുറിച്ചായിരിക്കും. ഈ ടോപ്പിക് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും പ്രയോജനം ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.